أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما شاء الله إن شاء الله വിശ്വാസി തനിക്ക് അള്ളാഹു നൽകിയ കഴിഞ്ഞകാല വിഭവങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് മാഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ നിശ്ചയം ഇതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തി അറിയിക്കുന്നു. വരാനിരിക്കുന്നത് വിശ്വാസിയെ ആകുലപ്പെടുത്തുന്നില്ല. അയാൾ നന്മ മാത്രം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഈമാനിൽ അധിഷ്ഠിതമാണ്. അയാൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിശ്ചയിച്ചാൽ മാത്രം എന്ന് ഉരുവിടുന്നു. അല്ലാഹുവിൽ തൃപ്തിപ്പെട്ട അവൻ്റെ ദാസനിൽ അല്ലാഹു തൃപ്തിപ്പെടുന്നു. അയാളുടെ ഖൽബിൽ സമാധാനം പെയ്തിറങ്ങുന്നു. അയാളിൽ വിചാരങ്ങളുടെ ഓളങ്ങൾ ശാന്തമാകുന്നു. മനസ്സും ബുദ്ധിയും ഖൽബുമായി പാരസ്പര്യത്തിൽ വർത്തിക്കുന്നു. വിശ്വാസിയുടെ ജീവിതം മാഷാ അല്ലാഹ്ക്കും ഇൻഷാ അല്ലാഹ്ക്കും ഇടയിലാണ്. കാലാതീതമായ നൂറിൻ്റെ ആ ഇടം വിശ്വാസിയെ കുഫ്റിൽ നിന്ന് വേർപ്പെടുത്തുന്നു. ആ ദാസനെ അല്ലാഹു പ്രകാശപൂരിതമാക്കുന്നതിലേക്ക് നയിക്കുന്നു. അല്ലാഹു പറഞ്ഞു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു തൻ്റെ വെളിച്ചത്തിലേക്ക് താൻ ഇച്ഛിക്കുന്നവരെ നയിക്കുന്നു. അല്ലാഹു നിശ്ചയിക്കുന്നവരെ, അവൻ ഇഷ്ടപ്പെടുന്നവരെ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ആ നൂറിലേക്കുള്ളതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന നേർപ്പാത. നന്മ ആഗ്രഹിക്കുന്നവർ, സമാധാനം രുചിച്ചവർ ആ പാതയിലെത്തുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാർഗദർശനം ലഭിക്കുന്നു. അത്തക്വീർ 27 മുതൽ 29 വരെയുള്ള ആയത്തുകൾ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ഇത് ലോകർക്കാകെയുള്ള ഉദ്ബോധനമല്ലാതൊന്നുമല്ല. ലിമൻ ശാഅ മിൻകും അൻ മുസ്തഖീം. നിങ്ങളിൽ നേർവഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നാൽ മുഴുവൻ ലോകരുടെയും നാഥനായ അല്ലാഹു ഇച്ഛിക്കുന്നതല്ലാതൊന്നും നിങ്ങൾക്ക് ഇച്ഛിക്കുവാൻ, ആഗ്രഹിക്കുവാൻ ആവുകയില്ല. മുഴുവൻ ലോകരുടെയും നാഥനായ അല്ലാഹു എല്ലാവർക്കുമായി ഇറക്കിയിട്ടുള്ള ഉദ്ബോധനമാണ് പരിശുദ്ധ ഖുർആൻ. ആ സത്യം വെളിപ്പെടുത്തുന്ന മേലായത്തുകൾ തന്നെ അല്ലാഹുവിൻ്റെ ശക്തമായ ഉദ്ബോധനത്തെ വഹിക്കുന്നു. മനുഷ്യന് നേർവഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ അതിനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാകണമെന്ന് അല്ലാഹു പറയുന്നു. എന്നാൽ അവൻ ഇച്ഛിക്കാതെ, അവൻ ഉദ്ദേശിക്കാതെ ഒരാഗ്രഹവും ജനിക്കുന്നില്ല. അല്ലാഹുവാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും ഉറവിടം. ആ ഉറവിടം അന്വേഷിക്കുന്ന വാഞ്ച വ്യക്തിയെ നേർപ്പാതയിലേക്ക് നയിക്കുന്നു. അവിടുന്ന് ആഗ്രഹം വ്യക്തിയെ നേർപ്പാതയിലേക്ക് നയിക്കുന്നു. ഖുർആൻ അതിന് വഴികാട്ടുന്നു. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ ആഗ്രഹത്തിനും അല്ലാഹുവിൻ്റെ വിധിക്കും ആഗ്രഹം, ഇഷ്ടം, ഇച്ഛ എന്നീ അർത്ഥം വരുന്ന ഷ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു.
അള്ളാഹു അൽഗനിയാണ്, സ്വയം പര്യാപ്തനാണ്, കുറവുകളില്ലാത്ത പടച്ചതമ്പുരാന് ആഗ്രഹങ്ങളില്ല. ഈ ആയത്തിൽ പരാമർശിക്കുന്ന ആഗ്രഹം അവൻ്റെ ഹിക്മത്തെന്ന യുക്തിജ്ഞാനമാണ്. അള്ളാഹു അലീമൻ ഹക്കീമാണ്, അവൻ സൂക്ഷ്മജ്ഞനും യുക്തിജ്ഞനുമാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന അവൻ്റെ സൂക്ഷ്മജ്ഞാനം അഥവാ അൽമ സമയത്തെ മറികടന്ന ആത്യന്തിക സത്യമാണ്. അത് ഹക്കാണ്, അത് അള്ളാഹുവിൻ്റെ കഥ ആണ്, അതവൻ്റെ സ്ഥിരപ്പെട്ട തീരുമാനമാണ്, പദ്ധതിയാണ്. അള്ളാഹു പറഞ്ഞു അൽമൾക്ക് 13 മുതൽ 14 വരെയുള്ള ആയത്തിൽ കൗലക്കും ജഹ്റൂബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യുക, തീർച്ചയായും ഹൃദയങ്ങളിൽ ഉള്ളതെല്ലാം അറിയുന്നവനാണ് അവൻ. സൃഷ്ടിച്ചവൻ അറിയുകയില്ലെന്നോ, അവൻ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അൽമിൽപ്പെട്ടതാണ് മനുഷ്യഹൃദയൻ്റെ അവസ്ഥ. അതുണ്ടാക്കുന്ന വികാര വിചാരങ്ങളുടെ അലകൾ, അവയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെയ്തികൾ, ഇവ അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ അൽമ സ്ഥലകാലങ്ങൾക്കപ്പുറത്തെ അനന്തമായ അറിവ് തീരുമാനം സമയലോകത്തെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല. അല്ലാഹുവിൻ്റെ ഹിക്മത്ത് അഥവാ വ്യക്തിജ്ഞാനം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട സമയബന്ധിത ബാഹ്യജ്ഞാനമാണ്. അത് സൃഷ്ടികളുമായുള്ള സമയാധിഷ്ഠിത കാര്യനിർവഹണത്തിന് വേണ്ട ജ്ഞാനമാണ്. അല്ലാഹു പറയുന്നു റഹ്മാൻ 29. ഫസ്അലൂ മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആകാശഭൂമികളിലുള്ളതൊക്കെയും തങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിനാൽ അവൻ എല്ലാ സമയക്രമങ്ങളിലും കാര്യനിർവഹണം നടത്തുന്നു. ഇൽമ് മുൻപിന്നറിയുന്ന അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതരമായ ജ്ഞാനമാണ്. അത് രുചിപ്പിക്കുവാനാണ് ഇരു റഹ്മത്തുകൾ ചേരുന്നിടത്തെ നൂറായ റൂഹിനെ തേടുവാൻ കൽപ്പിച്ചു. ബാഹ്യജ്ഞാനം സത്യമായ യുക്തിജ്ഞാനമാവുന്നത് അൽമ കൊണ്ട് അഥവാ ഈമാൻ കൊണ്ട് പൊതിയപ്പെടുമ്പോഴാണ്. അല്ലാഹു തൃപ്തിപ്പെട്ട നഫ്സുകളെ അവൻ നൂറിലേക്ക് വഴി നടത്തുന്നു. അവർക്ക് അൽമ ഈമാൻ സമ്മാനിക്കുന്നു. അത് മനസ്സുകളെ നേർവഴി തേടുവാൻ പ്രേരിപ്പിക്കുന്നു. ആ ആഗ്രഹം അൽമ ജനിപ്പിക്കുന്ന പ്രതിബിംബങ്ങളിൽ പെട്ടതാണ്. ആ പ്രതിബിംബങ്ങളെ അല്ലാഹു അംസാൽ എന്ന പദം കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ഇഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബല്ലാഹു അംസാല ലിന്നാസ്. അല്ലാഹു തൻ്റെ നൂറിലേക്ക് താൻ ഇച്ഛിക്കുന്നവരെ നയിക്കുന്നു. അവൻ സർവജനത്തിനുമായി അംസാലുകൾ വിശദീകരിക്കുന്നു. ബാഹ്യലോകം മനസ്സിൽ സൃഷ്ടിക്കുന്ന പ്രതിബിംബങ്ങൾ അംസാൽ അൽമയുമായി ബന്ധപ്പെടുമ്പോൾ ഹിക്മത്ത് എന്ന യുക്തിജ്ഞാനമുണ്ടാകുന്നു. ഹൃദയബന്ധമുള്ള അഥവാ അൽമിൽ നിന്നുള്ള അത്തരം അംസാൽ
സൃഷ്ടിക്കപ്പെടുന്നു. ഹൃദയബന്ധം നഷ്ടമാകുമ്പോൾ അംസാൽ അൽമിൽ സംസ്കരിക്കപ്പെടാതെ പോകുന്നു. അൽമെന്ന അസലിൻ്റെ ഒറിജിനലിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടാത്ത അംസാൽ ബാഹ്യജ്ഞാനം ഊഹാപോഹ ജടിലമാണ്. ഹൃദയബന്ധം വിച്ഛേദിച്ച മനസ്സുകൾക്കുള്ളത് വികാര വിചാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബാഹ്യജ്ഞാനം മാത്രമാണ്. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل خلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. അതിനാൽ ശ്രദ്ധയോടെ നീ നിന്റെ മുഖം ഈ ദീനിന് നേരെ, ഈ ദർശനത്തിന് നേരെ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ പഠിച്ചത് ഏതൊരു പ്രകൃതിയിലൂന്നിയാണോ ആ ഫിത്ര അഥവാ പ്രകൃതി തന്നെയാണ് ഇത്. ഈ മതം, ഈ ദീൻ, അല്ലാഹുവിൻ്റെ സൃഷ്ടിഘടനയ്ക്ക് മാറ്റമില്ല. ഇത് തന്നെയാണ് ഏറ്റവും ചൊവ്വായ മതം. പക്ഷേ ജനങ്ങളിൽ ഏറെപ്പേരും അതറിയുന്നില്ല. ബാഹ്യ ഖുർആനിൽ നിന്നാരംഭിച്ച് ഉള്ളിലെ ഖുർആനിൽ എത്തുന്ന പാതയെ അല്ലാഹു ബയാൻ എന്ന് വിളിച്ചു. ബയാനിലൂടെ വിശ്വാസിയാകത്തെ ഖുർആനിൽ നിന്ന് ദീനെന്ന ജ്ഞാനദർശനം സ്വീകരിക്കും. ഹിക്മത്തും അൽമമായുള്ള പാരസ്പര്യം അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു. ബയാനിൻ്റെ ആദ്യപടി വായനയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം എത്തിച്ച കൽപ്പന ഇഖ്റ അഥവാ വായിക്കൂ എന്നാണ്. അത് മാനവരാശിക്കുള്ള കൽപ്പനയാണ്. അതനുസരിക്കുന്നയാൾ ഈമാനിലേക്ക് ചുവടുവെക്കുന്നു. അത് അൽമായി വളരുന്നു. അല്ലാഹു പറഞ്ഞു. കാരണം 53-ാമത്തെ ആയത്ത് فَمَنْ بِهَادِ الْقَوْمِ عَنْ ضَلَالَتِهِمْ أَنْ تُسْمَعُ إِلَّا مَنْ يُؤْمِنُ بِآيَاتِنَا فَهُمْ مُسْلِمُونَ. കണ്ണുപൊട്ടന്മാരെ അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല. നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ അനുസരണയുള്ളവരായി മാറുകയും ചെയ്യുന്നവരെ മാത്രമേ നിനക്ക് കേൾപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് വിശ്വാസി ഹഖുൽ യഖീൻ എന്ന ആത്യന്തിക സത്യത്തിലേക്ക് എത്തുന്നു. അന്തിമമായി ഇറക്കപ്പെട്ട ഖുർആനിൻ്റെ വായന ഒഴിവാക്കിയുള്ള മറ്റേതൊരു വായനയും പൂർണ്ണതയിലേക്ക് നയിക്കുകയില്ല. മുൻവേദങ്ങളിലെ സത്യവചനങ്ങൾ അതിലേക്ക് എത്തിക്കുന്നവയാണ്, ഖുർആനിലേക്ക് എത്തിക്കുന്നവയാണ്. വ്യക്തി മനസ്സിൽ ഖുർആൻ പാരായണത്തിന് ആഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രം അയാൾ നേർപ്പാതയിലേക്ക് നയിക്കപ്പെടുന്നില്ല. അതിന് അല്ലാഹുവിൻ്റെ നിശ്ചയം വേണം. ആ നിശ്ചയം അറിയുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവണം. അത് ആന്തരിക ഖുർആനിലേക്ക് നയിക്കും. അവിടെയാണ് ഹിദായത്ത് എന്ന സന്മാർഗത്തിലേക്കുള്ള കവാടമുള്ളത്. അവിടെ എത്തിയാൽ അള്ളാഹുവിൻ്റെ ഇച്ഛ, അവൻ്റെ നിശ്ചയം അറിഞ്ഞു കഴിഞ്ഞു. അയാളപ്പോൾ തന്നെ സൃഷ്ടിച്ച തമ്പുരാൻ തെളിയിക്കുന്ന ഈമാൻ എന്ന കാലാതീത പാതയിലാണ്. അയാളുടെ മനസ്സും ബുദ്ധിയും ക്ഷമയോടെ അകമേ തിരിഞ്ഞ് വെളിച്ചം തേടും. നേർവഴിയിലേക്ക് നയിക്കപ്പെടാത്ത വ്യക്തി അകമയെ നോക്കുവാൻ ഭയക്കും. ഭൗതിക നഷ്ടമുണ്ടാവുമെന്ന് ആകുലപ്പെടും. ഭൗതികാസക്തി അയാളുടെ കൽവിൽ ഇരുട്ട് നിറയ്ക്കുന്നു. മനസ്സിൻ്റെ ഇച്ഛകളെയും ഊഹാഭോഗങ്ങളെയും പിന്തുടർന്ന് അയാൾ അന്ധകാല കയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു. അയാളെ സംബന്ധിച്ച അല്ലാഹുവിൻ്റെ നിശ്ചയവും അപ്രകാരം തന്നെയാണ്. മുൻപിൻ കാണുന്ന അല്ലാഹുവിൻ്റെ
ഹക്കായ അൽമിൽ അയാളുടെ ആഗ്രഹങ്ങളും ചിന്തകളും ചെയ്തികളും രേഖപ്പെട്ട് കിടക്കുന്നു. അവയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾക്ക് മോചനമില്ല. സമയത്തെ മുൻകടക്കുന്ന പടച്ചതമ്പുരാൻ്റെ ആ തീരുമാനത്തിൽ കലുഷിതമാകുന്ന അവിശ്വാസിയുടെ മനസ്സ് നാട്ടിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് സ്വൈരജീവിതത്തെ ഹനിക്കുവാൻ പോകുന്നതാണ്. എല്ലാം അറിയുന്നു. അല്ലാഹു